ചെറിയാപ്പു കുഞ്ഞുമോന് കുഞ്ഞുമോള്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ബേബിയും സിനി ഒരു തൃശ്ശൂര് ഷാനി എന്തെങ്കിലും തൃശ്ശൂര് ഭാഗം, ഞങ്ങള് മെയിനും ഉറങ്ങുക. ഞങ്ങള് എവിടക്കാന്നൊന്നും അറിയില്ല, ഇങ്ങനെ പോയോണ്ടിരിക്കാണ്. സിനിയും കുട്ടികളും എവിടേക്കെങ്കിലും പോവാന്നൊക്കെ പറഞ്ഞാണ്ട് വെറുതെ കേട്ടോ അങ്ങനെ അല്ലേ? എന്തെങ്കിലുമൊക്കെ ലക്ഷ്യങ്ങൾ ഇല്ലാത്ത ലക്ഷ്യങ്ങളിൽ തേടി പോവാം. അപ്പോഴല്ലേ അതിന്റെ രസം ഉണ്ടാവുള്ളൂ അല്ലേ? പെരുന്നാക്ക് അതായത് ഒന്ന് തീരുമാനിച്ചാതെ ഇറങ്ങുമ്പോ അതൊരു വേറെ വൈബ് തന്നെ. പെരുന്നാക്ക് ഞങ്ങൾ എവിടേക്കും പോയിട്ടില്ല. അപ്പം എവിടേക്കെങ്കിലും പോവാൻ വിചാരിച്ച് ഞാൻ എന്റെ പെരേക്ക് പോയിട്ടില്ല കേട്ടോ. ഞാൻ നാളെ ഇൻഷാ അല്ലാ പോവും. അപ്പൊ നമ്മള് പോട്ടെ, എവിടെയൊന്നും അറിയില്ല. ഞങ്ങള് എത്തിയിട്ട് പറയാം. ഫുൾ പടകളാണ്. പൂയിത്താത്തുണ്ട്, എന്റെ 2 നാത്തന്മാരുണ്ട്, കുഞ്ഞുമോളും പൂത്താത്തിയും. അപ്പൊ ഞങ്ങള് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഇതിന്റെ മുന്നേ ഇപ്പൊ ഫാമിലീസിന്റെ വീട്ടിലേക്കൊക്കെ പോയി വന്നതാണ്. അവിടുന്ന് പിന്നെ ഞാൻ വീഡിയോസ് എടുത്തില്ല. കുറെ വീട്ടിൽ കയറി പെട്ടെന്ന് തന്നെ പോയി ഇറങ്ങി വന്ന്, അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെന്താ, പിന്നെ അത് കഴിഞ്ഞാണ്ടാണ് ഇപ്പൊ ഞങ്ങള് എവിടേക്കെങ്കിലും ഒക്കെ പോവാറിനാണ്ട് പോണത്. സിനി തൃശ്ശൂര് പോയി, ഓളെ വീട്ടിക്ക് പോയി. ബാബിയും കുഞ്ഞുട്ടിയാക്കുമാണ് ആക്കി കൊടുത്തേക്കണ. അപ്പൊ ഓരില്ല. ഓരെല്ലാരും കൂടെ പോയി. മുത്തുകാക്കും കുഞ്ഞുട്ടിയാക്കും ബാബിയും സിനിയും മുത്തുകാക്കുമാണ് പോയത്. ഓരോ വൈബ് അങ്ങനെ നടന്ന് അവിടെ എത്തിണ്ടാവും. പോന്നുണ്ടാവും അല്ലേ? രാവിലെ ഉച്ചക്ക് പോയിരുന്നില്ലേ? 1 മണിക്ക് 2 മണിക്ക്. പിന്നെത്താ, താത്തന്റെ വീട്ടിൽ പോയി. പിന്നെ ആരുമില്ലല്ലോ. ഫിദമോള് ഓളെ വീട്ടിലും പോയി. ഓളെ നമ്മളെ മറ്റേ വ്ളോഗിലും ഇല്ല. കുഞ്ഞുമോൾ താത്തന്റെ വീട്ടിൽ പോയി. എന്റെ പെരുന്നാൾ വ്ളോഗിലും ഇല്ല. അന്ന് വൈകുന്നേരം കണ്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് ഗൈസ്. അതുകൊണ്ട് അപ്പൊ നമ്മള് പോയോണ്ടിരിക്കട്ടെ. എവിടെയെങ്കിലും സ്ഥലം ഏതോ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കുന്നും വരാണെങ്കിൽ പോണട്ടോ ഗൈസ്. നോക്കൂ, കൊണ്ടോട്ടി എത്തിയിട്ടില്ല. അതിന്റെ മുന്നേ ബ്ലോക്ക് അടിക്കും. ഡെസ്റ്റിനേഷൻ ചേഞ്ച്. ഞങ്ങൾ ഡെസ്റ്റിനേഷൻ ഇനി പറഞ്ഞില്ലല്ലോ. മുട്ടായി തെരുവ് കോഴിക്കോട് ആയിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചത്. പക്ഷെ അത് ഇവിടെ എത്തും തോന്നണില്ല. ഞങ്ങള് വേറെ എവിടേക്ക് അപ്പൊ വിടുകന്ന് കൺഫ്യൂഷൻ അടിച്ചിട്ട് മക്കൾക്കൊക്കെ ലൈസ് ഓക്കെ വാങ്ങിട്ട് നമുക്കേ സൈഡ് ഇങ്ങനെ എവിടെയൊക്കെ തിരിച്ചാണ്ടേ ഏതേ റൂട്ടിൽ കയറി ലെഫ്റ്റ് കയറിയാലോ? ഞങ്ങളങ്ങനെ എവിടെ തീരുമാനിച്ചെത്തിയ കോഴിക്കോട് തന്നെ. മറ്റേ ബ്ലോക്ക് അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞില്ലേ? പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. ഇപ്പൊ ഇതുവരെ ബ്ലോക്ക് ഒന്നും അധികം പെട്ടിട്ടില്ല. ഇടക്ക് എവിടെയെങ്കിലൊക്കെ എത്തുമ്പോ ഉണ്ടാവും കുറച്ചു നേരം. അത് കഴിഞ്ഞാൽ വീണ്ടും ഫ്രീ ആയിട്ട് പോവാണ്. ഇപ്പൊ നമ്മള് മേൽപ്പാലത്ത് കൂടെ പോവാണ് കേട്ടോ. നമ്മളെ കോഴിക്കോട് ബീച്ചിലോട്ട്. ആദ്യം നമ്മള് പോണത് എവിടുക്കാണ്? മുട്ടായി തെരുവുക്ക്. അപ്പൊ ഗൈസ്, ഇതാണ് ഇപ്പത്തെ അവസ്ഥ. ഏകദേശം സമയം എത്ര കയറിയ? 8:27. എത്ര? 8:27. 8:27. ഇതാണ് ഗൈസ് നമ്മളെ അല്ലേ? ഹലോ ഗൈസ്, ഓള് പുതിയ ഉടുപ്പല്ല ഇട്ടത്. ഓള് കഴിഞ്ഞ പെരുന്നാക്കത്ത. ഞങ്ങള് മിനിയൂട്ടി മുട്ട മുട്ടായി തെരുവിലോട്ട് എത്തി. പാർക്കിങ്ങിലോട്ട് പോവാണ് കേട്ടോ.
ഹലോ. ആ ഡ്രസ് രസമുണ്ട്. ഇതിന് ഇഷ്ടായി. ഇതിന് ഇതൊക്കെ ഇനിയോ ഇനിയിപ്പോ ഇന്ത്യയിലാണ്. അതാണ് കണ്ണൊക്കെ താഴ്ന്നുണ്ട്. എത്ര ആരാധകരുള്ള സാധനമാണ്. പിടിക്കുന്നവരും എനിക്ക് പേടില്ല. ഒരു ജീവൻ നോക്കി. മഞ്ചേരി എത്ര 800 900 ഞാൻ ബാഗിലാണ് എല്ലാ സാധനവും വാങ്ങിട്ട് നടന്നു. ഗൈസ് അങ്ങനെ ഓക്ക് നഴ്സറി ബാഗ് കിട്ടിയിരിക്കുകയാണ്. ഞങ്ങൾ ഇതൊന്നും പ്രതീക്ഷിച്ചു വന്നതല്ല കേട്ടോ. നമുക്ക് ഏതെങ്കിലും ചെറിയ മിഠായി വാങ്ങാനടി. കോഴിക്കോട് അലുവണ്ട്. ഐസ്ക്രീം സ്ട്രോബെറി ചോക്ലേറ്റ് മിക്സ്. എന്താ ചെറിയൊരു പീസ് ഉണ്ടാവും. അതിന് മിക്സ് ആയിട്ടുണ്ടാവും. തണുപ്പുള്ള നോക്ക്. അത് ഞങ്ങൾ ബീച്ചിലെത്തിയിരിക്കുകയാണ്. ബീച്ചിലെത്തിയിരിക്കുകയാണ് ഗൈസ് ഞങ്ങൾ. അങ്ങനെ അല്ലേ കൊണ്ട് രസമായിട്ട് കോഴിക്കോട് നല്ല രസമുണ്ടല്ലേ? അടിപൊളി. നല്ല കാറ്റ്. ഇന്നാലും ഗൈസ് ഓക്ക് സന്തോഷം വെള്ളത്തിൽ ഇറങ്ങാന്നുള്ള സന്തോഷമാണ്. ചെറിയ വെള്ളത്തിൽ ഇറങ്ങാൻ പോവാണ്. പറ. എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. ആ ഒരു തെറ്റിനെ കൊണ്ട് കിട്ടിയതാണ്. വെള്ളത്തിൽ ഇറങ്ങാൻ പോവാ. ചാറ്റെടുത്തോ. ഈ പോണില്ലേ സാദിയെ? ഈ പോണില്ലേ?
ഞങ്ങൾക്ക് അതൊന്നും പറ്റില്ല ഗൈസ്. ഞങ്ങൾക്ക് വെള്ളം കടിക്കാൻ വരുന്നുണ്ടല്ലോ. ഷാനി പോവില്ലേ? ഷാനിയ ദൂരത്തേക്ക് പോവരുത്തിട്ടാ, ഒരടുത്ത് തന്നെ കളിക്കണം കേട്ടാ. ക്രീമീസ് ആണോ? ഒക്കെ ഓരോരുത്തർക്ക് കൊടുക്കും. ഇത് പാത്തുനൊന്ന് കൊടുക്കട്ടോ. എല്ലാരും ഇവിടെ ഇരുന്നുണ്ട്. ഇവിടുന്ന് ഓരോ സാധനം ഓർഡർ ചെയ്യാണ്. ഓരോരുത്തർക്ക് ഓരോന്ന് കൊടുക്കേ. ഞാനുണ്ട്. മറ്റൊരു കരച്ചുണ്ട് കാടമുട്ടിയും എന്താ കല്ലുമ്മക്കായ നല്ല ഇത് പോരാ. എല്ലാരും മണത്ത് നോക്കിക്കോളി, തരില്ല കേട്ടോ. 60 70 ഉണ്ട്. ഞങ്ങൾ 70 വലുതാവും വിചാരിച്ച് വാങ്ങിയതാണ്. അതിന്റെ വലിപ്പം നോക്കുക. 10 റുപ്യക്ക് ദിനം കാട്ടി വെച്ചിട്ട്. ഒരു കിട്ടൂല. ഇവര് തിന്നും തോന്നണില്ല. അങ്ങനെ 12 മണിയായി. ഞങ്ങളിപ്പോ ഉള്ള ഒരു രാമനാട്ടിലാണ്. ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ. കറക്റ്റ് 12 മണിയാണ് ഗൈസ്. അപ്പൊ ഞങ്ങൾ ഇതിന്റെ മുന്നേ കോഴിക്കോട് വന്നപ്പോ നിർത്തിനെ ഒരു തട്ടുകട ഉണ്ട്, അവിടെ തന്നെ കേട്ടോ നിർത്തി. അവിടുത്തെ ഫുഡ് അടിപൊളിയാണ്, നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ അതിനോണ്ടാണ് ഞങ്ങൾ രണ്ടാമതും പിന്നെയും ഇവിടെ തന്നെ നിർത്തി. എന്തായാലും നമുക്ക് കാണിച്ചു തരാം. പോയൊക്കെ പ്രാവശ്യം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് പറയാൻ പറ്റില്ല. പോയി തിന്നോക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം അടിപൊളിയാണ് ഗൈസ്. ഇതാണ് കേട്ടോ തട്ടുകട, ഹോട്ടൽ വെറൈറ്റി. ഗൈസ് ഞങ്ങൾ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നുമില്ല. ചിക്കൻ്റെ ബീഫ് ഫ്രൈയും പിന്നെ ചിക്കൻ്റെ എന്തോ ഞങ്ങൾ വാങ്ങിയത് അതൊന്നും ഇവിടെ ഇല്ല, ഒക്കെ കഴിഞ്ഞത് ഗൈസ്. ദോശയില്ല, ഞങ്ങൾ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും എന്തായാലും ഇല്ല. ഉള്ള സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിയിട്ടോ. സസ്യായി ഗൈസ്. ഞങ്ങൾ അന്നത്തെ പൂതിക്ക് വന്നതേ കിട്ടില്ല. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചാണ്ട് ഇപ്പൊ കാറില് വീട്ടിലേക്ക് കാറിൽ കയറാൻ നിൽക്കുകയാണ്. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്രാവശ്യത്തെ ഫുഡ് നമുക്ക് നമ്മള് പ്രതീക്ഷ ഒന്നും കിട്ടിയില്ല. പക്ഷെ ഫുഡ് കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണെങ്കിലും ഞാൻ മൂപ്പരോട് ചോദിച്ചപ്പോ എന്താ സാധനങ്ങളൊക്കെ ഒഴിവാക്കിയതാണോ എന്ന് ചോദിച്ചു. അല്ലല്ല, തിരക്കൊണ്ട് സാധനം തീർന്നു പോയതാണ്. മൊത്തം തിരക്കേ സാധനല്ല, എപ്പോഴും നല്ല തിരക്കാ. ഞാൻ ആപ്പാടെ 15-20 പീസും കൂടി ഉള്ളൂ. നീക്കണതിന്റെ മുന്നേ 4 ആൾക്കാരെങ്ങാണ്ട് വെയിറ്റ് ചെയ്യാണ് അടുത്ത ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിട്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഒരു ചെറിയൊരു കട, നല്ല തിരക്കാ. സ്പേസും ഉണ്ടല്ലോ. നമ്മള് കട കാണിച്ചോ. പറ്റുകയാണെങ്കിൽ വന്ന് നോക്കി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. നെയ്പത്തിലൊക്കെ നല്ല രസമുണ്ട്. നല്ല രസമുണ്ട്. നിങ്ങൾക്ക് എന്തായാലും വന്നാൽ ഇഷ്ടപ്പെടാതെ ഇപ്പൊ ഇന്ന് സാധനങ്ങളൊന്നും ഞങ്ങൾ ഉദ്ദേശിച്ചില്ല, തിരക്കൊണ്ടാണ്. അന്ന് അടിപൊളി. അപ്പൊ ഞങ്ങൾ നേരെ വീട്ടിൽ പോകാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ? ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. ടാറ്റാ.